വാർത്തകൾ വിശദമായി. ഒമിക്രോൺ ബാധിച്ച് രാജ്യത്തെ ആദ്യ മരണം മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തു. നൈജീരിയയിൽ നിന്നെത്തിയ 52-കാരനാണ് മരിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഒരു വലിയ ആശങ്ക തുടങ്ങിക്കഴിഞ്ഞു. പുതിയ വർഷവും കോവിഡ്, ഒമിക്രോൺ എന്നിങ്ങനെ കേൾക്കുമെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നു. ഒമിക്രോൺ ബാധിച്ച് ഒരു മരണം സംഭവിച്ചിരിക്കുന്നതാണ് വിവരങ്ങൾ. കൃഷ്ണരാജ്, ഒമിക്രോണും കോവിഡും വലിയ സുനാമിയായി മാറും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പാണ് ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ധർ ഉൾപ്പെടെ നൽകുന്നത്. അതിനിടയിലാണ് പുതുവത്സരത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യ ഒമിക്രോൺ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മരണം 28-ാം തീയതി സംഭവിച്ചതാണ്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു കോവിഡ് ബാധിതനായ വ്യക്തി മരിച്ചത്. 52-കാരനാണ് മരിച്ചത്. ഇയാൾ നൈജീരിയയിൽ നിന്നും എത്തിയതായിരുന്നു. ആ ഘട്ടത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് നടത്തിയതെങ്കിൽ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ ഹൃദയാഘാതം മൂലം മരിച്ച വ്യക്തിക്ക് ഒമിക്രോണും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ ഒമിക്രോൺ മരണമായി 52-കാരന്റെ മരണത്തെ സ്ഥിരീകരിക്കുന്നത്. രാജ്യത്ത് ഇന്ന് വലിയ തോതിൽ ഒമിക്രോൺ രോഗികളുടെ എണ്ണം ഉയർന്നപ്പോൾ മഹാരാഷ്ട്രയിൽ അത് 198 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 190 രോഗികളും മുംബൈയിലാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 30 പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ് എന്നുള്ളതും ആണ് മറ്റൊരു പ്രത്യേകത. ഡൽഹിയിൽ ഉൾപ്പെടെ ഒമിക്രോൺ വ്യാപിക്കുന്നത് വിദേശത്ത് നിന്ന് മാത്രം എത്തിയവർക്കല്ല, ഒരു സമൂഹ വ്യാപനത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തി എന്ന സംശയം ഇന്ന് ഡൽഹിയിലെ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒമിക്രോൺ വ്യാപനം എന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതിനിടയിലാണ് ആ ആശങ്കയുടെ ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ആദ്യത്തെ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴും കൃഷ്ണരാജ്, ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ലോകത്ത് തന്നെ ഒമിക്രോൺ ബാധിച്ച് മരണമടയുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. മാത്രവുമല്ല, ഒമിക്രോൺ സ്ഥിരീകരിക്കുന്ന രോഗികളിൽ 90% ആളുകളിലും ഒരു രോഗലക്ഷണവും ഉണ്ടാകാറില്ല. മാത്രവുമല്ല, ഈ ഒമിക്രോൺ ബാധിച്ചതിന് ശേഷവും ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. പക്ഷേ അതിനിടയിൽ ഹൃദയാഘാതത്തെ തുടർന്നുള്ള ഈ മരണം അത് ഒമിക്രോൺ രോഗിയുടേതാണ് എന്നത് ആശങ്കയുണ്ടാക്കുന്നുമുണ്ട്. രാജ്യത്ത് ആദ്യ ഒമിക്രോൺ മരണം സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു KP അഭിലാഷ്.